നമസ്കാരം. നമ്മൾ ഓഫീസിൽ തിരക്കിട്ട് പണിയെടുക്കുന്നു, അല്ലെങ്കിൽ കൂട്ടുകാരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ആ സമയത്തായിരിക്കും നമ്മുടെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു കോള് വരുന്നത്. മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ ലോൺ ലഭിക്കും, അല്ലെങ്കിൽ ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് 10 മിനിറ്റിനുള്ളിൽ ലോൺ നേടാം. ഇത്തരം മെസ്സേജുകളും കോളുകളും വരുമ്പോൾ ആദ്യം ഒന്ന് പകച്ചു നിൽക്കുന്നവരായിരിക്കും നമ്മളിൽ ഭൂരിഭാഗം ആളുകളും. എന്നാൽ നമ്മളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പരിചയക്കാർ ഇത് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ഇതുവഴി ലോണുകൾ ലഭിച്ചു എന്ന് പറയുമ്പോൾ നമുക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ എന്ന് തോന്നാം. ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ലോൺ ആപ്പുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സാധാരണയായി നമുക്കൊരു ലോൺ വേണമെങ്കിൽ ബാങ്കിൽ പോയി നമ്മുടെ വസ്തുക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും രേഖകളോ നൽകിയായിരിക്കും ലോൺ എടുക്കേണ്ടത്. ഇത് നൽകിയാൽ മാത്രമേ നമുക്ക് ലോൺ കിട്ടുകയുള്ളൂ. എന്നാൽ ഇത് മാത്രം മതിയോ ലോൺ ലഭിക്കാൻ? മറിച്ച് അവർ നിങ്ങളെക്കുറിച്ച് മുഴുവനായും അന്വേഷിച്ചിട്ടായിരിക്കും ലോൺ തരിക. എന്നാൽ ഇത്തരം ഓൺലൈൻ ലോൺ ആപ്പുകൾ വഴി പണം ലഭിക്കാൻ നമുക്കൊരു ബാങ്കിലും പോകണ്ട. വീട്ടിലിരുന്ന് നമ്മളുടെ ഫോൺ വഴി തന്നെ പണം ലഭിക്കും. ഡിജിറ്റൽ ലോൺ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോർ, ആപ്പിൾ സ്റ്റോർ എന്നിവയിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ സ്കാൻ കോഡ് യൂസ് ചെയ്ത് പണം എടുക്കാനോ സാധിക്കുന്നവയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ, ഇതിനായി നമ്മൾ സമയം ചെലവാക്കി ബാങ്കിൽ കയറണ്ട എന്ന്. പകരം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ ആധാർ, പാൻ ഒപ്പം യൂസർ പ്രൊഫൈൽ വിവരങ്ങൾ ഫിൽ ചെയ്ത് നൽകണം. ശേഷം റിയൽ ടൈം അപ്രൂവൽ ലഭിച്ചാൽ നിങ്ങൾക്ക് ഇതുവഴി പണം സ്വീകരിക്കാം. ഇന്ന് ഭൂരിഭാഗം ആളുകളും ഇത്തരം ലോൺ ആപ്പുകൾ ഉപയോഗിക്കുന്നത് കാണാം. എന്നാൽ ഇത്തരം ആപ്പുകൾ അളവിലധികം പലിശയോ പിഴയോ ആളുകളുടെ കയ്യിൽ നിന്നും ഈടാക്കുന്നുണ്ട്. ഇത്തരം ആപ്പുകൾക്ക് നമ്മൾ എന്തൊക്കെ രേഖകളാണ് നൽകേണ്ടുന്നത്? അതോ ഒന്നും നോക്കാതെ പണം ലഭിക്കുമോ എന്ന സംശയം ഇപ്പോൾ നമ്മളിൽ പലർക്കും ഉണ്ടാകും. എന്നാൽ ഇത്തരം ആപ്പുകൾക്ക് നമ്മൾ ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് നമ്പർ, ലൈവ് സെൽഫി അതായത് നിങ്ങളുടെ ഫോട്ടോ, ചിലപ്പോൾ സാലറി സ്ലിപ്പ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, KYC വെരിഫിക്കേഷൻ നടത്തേണ്ടി വരാം. എന്നാൽ അനധികൃത ആപ്പുകൾ വഴിയാണ് പണം നേടുന്നത് എങ്കിൽ നിങ്ങളുടെ ഫോൺ കോൺടാക്ട്, ഫോട്ടോസ്, ഫോൺ കോളുകൾ എന്നിവ നേടാനുള്ള അനാവശ്യ അനുമതികൾ അവർ ചോദിക്കുകയും നിങ്ങളുടെ പേഴ്സണൽ വിവരങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യും. ഇന്ന് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ 100ന് മുകളിൽ ലോൺ ആപ്പുകൾ കാണാം. ഇവയെ എങ്ങനെ വിശ്വസിക്കാം, ഏതാണ് ശരി, ഏതാണ് വ്യാജൻ എന്ന സംശയം ഉണ്ടാകും. നമുക്ക് അതിനെക്കുറിച്ച് ഒന്നുകൂടി നോക്കാം. ഈ ലോൺ ആപ്പുകൾ നമുക്ക് 2 കാറ്റഗറി ആയിട്ട് തിരിക്കാം. അതിൽ നോൺ ബാങ്കിങ് ഫിനാൻസിംഗ് സ്ഥാപനങ്ങളുടെ ആപ്പുകളാണ് ഉള്ളതെങ്കിൽ അവയെ പൂർണ്ണമായും വിശ്വസിക്കാൻ സാധിക്കുന്നവയാണ്. കാരണം ഇത് റിസർവ് ബാങ്കിന്റെ ഗൈഡ് ലൈൻ അനുസരിച്ച് പ്രവർത്തിക്കുന്നവയാണ്. HDFC, ICIC ബാങ്ക്, ബജാജ് ഫിനാൻസ്, ടാറ്റ ക്യാപിറ്റൽ പോലുള്ളവയാണ് അത്. എന്നാൽ റെഗുലേറ്ററി ബോർഡിന്റെ നിയന്ത്രണത്തിന് വിധേയമല്ലാത്ത ഇല്ലീഗൽ ആയിട്ട് പ്രവർത്തിക്കുന്ന ആപ്പുകളും ഉണ്ട്. ഈ ആപ്പുകൾ തട്ടിപ്പാണെന്നാണ് റിപ്പോർട്ടുകൾ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യയിൽ ലോൺ കൊടുക്കണമെങ്കിൽ അതിന് പ്രത്യേക ലൈസൻസ് വേണം. അത് നൽകുന്നത് റിസർവ് ബാങ്ക് ആണ്. അങ്ങനെയല്ലാത്ത എല്ലാ ലോൺ നൽകുന്ന പരിപാടികളും ഇന്ത്യയിൽ നിയമവിരുദ്ധമാണ്. നിങ്ങൾ നിയമവിരുദ്ധമായ ആപ്പുകൾ വഴിയാണ് ലോൺ എടുക്കുന്നത് എങ്കിൽ അവർ നിങ്ങളുടെ കയ്യിൽ നിന്നും ഏത് മാർഗത്തിലൂടെയും അത് തിരിച്ചു വാങ്ങിക്കും. അത്തരം നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ അവർ വിളിക്കുകയും നിങ്ങളുടെ ലോണിന്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്യും. അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലുള്ള വിവരങ്ങൾ ചോർത്തി കൊടുക്കാം. അതുമല്ലെങ്കിൽ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഓൺലൈൻ വഴി ലോണിന് അപേക്ഷിക്കുന്നവർ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആപ്പ് നിയമപരമായി അംഗീകൃതമാണോ എന്ന് പരിശോധിക്കുക. പോളിസി, പലിശ നിരക്ക്, റിലയബിൾ റീപേയ്മെന്റ് ഓപ്ഷനുകളെ കുറിച്ച് പരിശോധിക്കുക. അനാവശ്യ അനുമതികൾ ചോദിക്കുന്നുണ്ടോ എന്ന് നോക്കുക. റിവ്യൂ, റേറ്റിംഗ് എന്നിവ മനസ്സിലാക്കുക. അപേക്ഷിക്കുമ്പോൾ കൈമാറുന്ന ഡോക്യുമെന്റുകൾ സേഫ് ആണോ എന്ന് ഉറപ്പാക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.